ഫെബ്രുവരി 1 വിശുദ്ധ ബ്രിജീത്ത കന്യക. വിശുദ്ധ ബ്രിജീത്ത അയർലൻഡിന്റെ മധ്യസ്ഥയാണ്. ആൾസ്റ്റൈറിൻ എന്ന സ്ഥലത്താണ് ബ്രിജീത്തായുടെ ജനനം. മാതാപിതാക്കൾ രാജവംശജരായിരുന്നു. കുലഹമഹിമയും കുലീനതയും സമ്പത്തും ഉണ്ടായിരുന്ന അവൾ ബാല്യം മുതൽ എളിമയും അനുസരണവും സൗമ്യതയും പരിശീലിച്ച് ജീവിച്ചിരുന്നു. ദരിദ്രരോട് പ്രത്യേകം അനുകമ്പയുണ്ടായിരുന്ന ബ്രിജീത്ത യാചകരെയും നിസ്സഹായരെയും തേടിപ്പിടിച്ച് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നു. അവൾ സ്വത്തുക്കൾ ദരിദ്രർക്കായി മാറ്റിവെക്കുകയും തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ബ്രിജീത്ത വളർന്ന് ഒരു യുവതിയായപ്പോൾ അതീവ സുന്ദരിയും സുശീലയുമായ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച് പല യുവാക്കളും അവളെ സമീപിച്ചിരുന്നു. എന്നാൽ അവൾ തൻ്റെ ഹൃദയം മുഴുവനായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചിരുന്നതിനാൽ വിവാഹാഭ്യർത്ഥനകൾ നിരസിച്ചു. എങ്കിലും മാതാപിതാക്കളും സഹോദരങ്ങളും അവളെ വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. തൻ്റെ സൗന്ദര്യമാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയ ബ്രിജീത്ത തൻ്റെ സൗന്ദര്യം എടുത്തു കളയാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദിവ്യനാഥൻ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഒരു കണ്ണിന് രോഗം വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ മുഖം വിരൂപമായപ്പോൾ കമിതാക്കൾ അവളെ ഉപേക്ഷിച്ചു പോയി. അതോടെ സന്യാസ സഭയിൽ ചേരാൻ മാതാപിതാക്കൾ അവളെ അനുവദിച്ചു. ബ്രിജീത്ത തൻ്റെ 20-ാമത്തെ വയസ്സിൽ വിശുദ്ധ പാട്രിക്കിൻ്റെ സഹോദരപുത്രനായ വിശുദ്ധ മെല്ലിനോട് തൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ആലോചിച്ച് സന്യാസവ്രതമെടുത്ത് ഒരു സന്യാസിനിയാകാൻ തീരുമാനിച്ചു. നിശ്ചിത ദിവസം വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി സ്ഥലത്തെ മക്കേയിൻ മെത്രാൻ അവൾക്ക് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്ത് ഒരു വെള്ള വസ്ത്രവും ശിരോവസ്ത്രവും കൊടുത്തു. അപ്പോൾ 3 അസാധാരണ സംഭവങ്ങൾ നടന്നതായി ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിജീത്തയ്ക്ക് ശിരോവസ്ത്രം കൊടുത്തപ്പോൾ മക്കേയിൻ മെത്രാൻ അവളുടെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ പ്രകാശധോരണയാണ് കണ്ടത്. ബലിപീഠത്തിൻ്റെ പടുവുകൾ വിശുദ്ധ സ്പർശിച്ചപ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ പടവുകൾ പച്ചവർണം ചാർത്തി ശോഭിച്ചു. ബ്രിജീത്തയുടെ കാഴ്ച നഷ്ടപ്പെട്ട കണ്ണിന് വീണ്ടും കാഴ്ച ലഭിക്കുകയും മുഖസൗന്ദര്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. ബ്രിജീത്തയുടെ പുണ്യജീവിതത്താൽ ആകൃഷ്ടരായ നിരവധി യുവതികൾ വിശുദ്ധയോടൊപ്പം താമസിക്കാൻ തയ്യാറായി വന്നു. ബ്രിജീത്ത തൻ്റെ ആദ്യ ആശ്രമം വെസ്റ്റ്മിത്ത് എന്ന ഗ്രാമത്തിൽ സ്ഥാപിച്ചു. അതായിരുന്നു അയർലൻഡിലെ ആദ്യത്തെ സന്യാസി മഠം. ബ്രിജീത്ത ദരിദ്രരോട് കാണിച്ചിട്ടുള്ള അനുകമ്പയുടെ പല കഥകളും നിലവിലുണ്ട്. ചിലപ്പോൾ തിരുവസ്ത്രങ്ങൾ വരെ വിറ്റ് അവർ ദരിദ്രരെ സഹായിച്ചിരുന്നു. വിശുദ്ധ താമസിച്ചിരുന്ന കിൽദാരിലേക്ക് ജനങ്ങൾ കൂട്ടമായി വന്നു തുടങ്ങി. ക്രമേണ അതൊരു തീർത്ഥാടന കേന്ദ്രമായി വളർന്നു. ബ്രിജീത്തയുടെ അപേക്ഷ പ്രകാരം അധികാരികൾ കിൽദാരെ ഒരു രൂപത കേന്ദ്രമാക്കുകയും കോൺലാത്ത് എന്ന വൈദികനെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു. വിശുദ്ധ ബ്രിജീത്തയുടെ 50 കൊല്ലത്തെ സമർപ്പിത ജീവിതത്തിനിടയിൽ അയർലൻഡിൽ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായി. അയർലൻഡ് മുഴുവൻ അവയുടെ സമാധാനം ഒരു അനുഗ്രഹമായി പടർന്നു. സുദീർഘമായ അധ്വാനത്താൽ ആവശ്യയായ ബ്രിജീത്ത 523 ഫെബ്രുവരി 1-ാം തീയതി സ്വർഗീയ സമ്മാനത്തിന് വേണ്ടി നിത്യതയിലേക്ക് യാത്രയായി. മരിക്കുമ്പോൾ അയർലൻഡ് മുഴുവൻ അവളുടെ സന്യാസ മഠങ്ങൾ വ്യാപിച്ചിരുന്നു. വിചിന്തനം: ബ്രിജീത്തയുടെ മുഖം ദേവമാതാവിൻ്റേത് പോലെ ആയിരുന്നുവെന്ന് ഐറിഷുകാർ പറയാറുണ്ട്. നമ്മുടെ ബാഹ്യരൂപം മാറ്റാൻ നമുക്ക് സാധ്യമല്ല. അവളുടെ ആന്തരിക നൈർമല്യം നമുക്ക് അനുകരിക്കാം.